പോയിന്റ് ടേബിളിൽ അവസാന സ്ഥാനക്കാരാണ് ഗുജറാത്ത്. എന്നിട്ടും ചെന്നൈക്ക് അവരെ തോൽപ്പിക്കാൻ സാധിച്ചില്ല. ശുഭ്മാൻ ഗില്ലും സായ് സുദർശനും വെടിക്കെട്ട് ബാറ്റിംഗ് ആണെന്ന് കാഴ്ചവെച്ചത്. രണ്ടുപേരും സെഞ്ചുറി അടിച്ചു. ഇതോടുകൂടി ചെന്നൈ കളി തോറ്റിരിക്കുകയാണ്. ഇന്ന് കളി തോറ്റ ശേഷം ചെന്നൈ താരം ധോണി പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ചെന്നൈക്ക് ഇന്നത്തെ മാച്ച് വിജയിക്കേണ്ടതായിരുന്നു. ചെന്നൈ തോറ്റതുകൊണ്ട് തന്നെ അവർക്ക് പണിയായിരിക്കുകയാണ്. ഇനി അവർക്ക് പ്ലേ ഓഫിലെത്താൻ എളുപ്പമല്ല. ഗുജറാത്തിനാണെങ്കിൽ ജയിച്ചാലും തോറ്റാലും യാതൊരു കാര്യവുമില്ല. ഇന്ന് കളി തോറ്റ ശേഷം ധോണി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾക്ക് ഒരുപാട് തെറ്റുകൾ ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. ഗുജറാത്തിൻ്റെ വിക്കറ്റുകൾ ശരിയായ സമയത്ത് ഞങ്ങൾ നേടേണ്ടതായിരുന്നു. എന്നാൽ ബൗളേഴ്സിന് അത് സാധിച്ചില്ല. ബൗളിംഗ് തന്നെയാണ് പരാജയ കാരണം. ഒരിക്കലും 230 റൺസ് കൊടുക്കാൻ പാടില്ലായിരുന്നു. അത് ഇവർ കൊടുത്തിരിക്കുകയാണ്. എങ്കിലും സെക്കൻഡ് ബാറ്റിങ്ങിൽ കളി ഞങ്ങൾ തിരിച്ചു പിടിക്കുമെന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഈ പിച്ചിൽ ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്നവർക്കാണ് ബാറ്റിങ്ങിന് അനുകൂലം. ഞങ്ങൾക്ക് സെക്കൻഡ് ബാറ്റിങ്ങിൽ നന്നായിട്ട് കളിക്കാൻ സാധിച്ചില്ല. ഇത്രയും വലിയ ടാർഗറ്റ് മറികടക്കണമെങ്കിൽ അത്രയും മികച്ച ബാറ്റിംഗ് പുറത്തെടുക്കണം. ഓപ്പണേഴ്സ് ഫ്ലോപ്പായി. അതുപോലെ ഋതുരാജ് കളിക്കുമെന്നായിരുന്നു ഞാൻ കരുതിയത്. എന്നാൽ ഇന്ന് ഋതുരാജിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. ഒരുപാട് തെറ്റുകൾ ചെന്നൈ ടീമിന് ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം തിരുത്തി അടുത്ത മത്സരത്തിൽ ശക്തമായിട്ട് മുന്നോട്ട് വരുമെന്ന് ധോണി വ്യക്തമാക്കി. CSK ആരാധകർ നിരാശയിലാണ്. അടുത്തൊരു മത്സരം ചെന്നൈ തോറ്റിരിക്കുകയാണ്. ഇന്നത്തെ മാച്ച് ചെന്നൈയെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പക്ഷേ ചെന്നൈ കളി തോറ്റിരിക്കുകയാണ്. ഗുജറാത്ത് ഇങ്ങനെ കളിക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല. ഈ സീസൺ IPLൽ ആദ്യമായിട്ടാണ് ഗുജറാത്ത് ഇത്രയും മികച്ച കളി പുറത്തെടുക്കുന്നത്. ഓപ്പണേഴ്സായ സായ് സുദർശനും ശുഭ്മാൻ ഗില്ലും സെഞ്ചുറി അടിക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല. ചെന്നൈ ബോളേഴ്സ് മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത്. കുറച്ചും കൂടി നന്നായി ബൗൾ ചെയ്തെങ്കിൽ ഗുജറാത്ത് ടീമിനെ ഈസി ആയിട്ട് മടക്കാമായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഗുജറാത്ത് ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.